ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാനൊരു സ്ഥലം വരെ പോകുന്നു നാളെ. അത് വേറൊരിടമല്ല കേട്ടോ, ആറ്റിങ്ങര പള്ളിയാണേ. നമുക്ക് ഒരുപാട് സന്തോഷവും സങ്കടങ്ങളൊക്കെ വരുമ്പോഴല്ലേ നമ്മളിങ്ങനെ പള്ളിയെയും നമ്മളെല്ലാവരും അള്ളാഹുവിനെയൊക്കെ കൂടുതലും നമ്മൾ വിളിക്കണത്. അങ്ങനെ നമുക്കൊരു സങ്കടം വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചത്. എല്ലാ പ്രാവശ്യവും പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് പോണത്, ഇല്ലെങ്കിൽ 10-11 മണി. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് രാവിലെ 6 മണിക്ക് തന്നെ ഇറങ്ങിയായിരുന്നു കേട്ടോ. കാരണം ഉച്ചയ്ക്കുള്ള വെയിൽ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. ചായ കൂടി നിർബന്ധമായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചായിരുന്നു. എന്നാലും അത് അത്രയ്ക്കൊന്നും പോരാ. അതുകൊണ്ട് തന്നെ ആദ്യം പോയത് ചായ കുടിക്കാനാണ്. തമിഴ്നാട് എത്തിയപ്പോഴത്തേക്കാണ് അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കടയിൽ ഇറങ്ങി ചായ കുടിച്ചായിരുന്നു. പിന്നെ വടയും പിള്ളേർക്ക് സ്നാക്സൊക്കെ മേടിച്ചിട്ടാണ് പിന്നെ പോയത്. തമിഴ്നാടിൻ്റെ പ്രകൃതി ഭംഗി ഒന്നും പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ റോഡരികത്ത് വണ്ടി ഒതുക്കിയിട്ട് പരമ്പൊക്കെയിട്ടിരുന്നാണ് നമ്മൾ കാപ്പി കുടിച്ചത്. കാപ്പി വീട്ടിൽ നിന്നാണേ കൊണ്ടുപോയത്. കാപ്പി മാത്രമല്ല, ചോറ് ഉച്ചത്തേക്കുള്ളത് വീട്ടിലാണാണേ കൊണ്ടുപോയത്. നമ്മൾക്ക് തമിഴ്നാട് ഫുഡ് അത്ര പോരാ കേട്ടോ. പിന്നെ കാപ്പി കുടിച്ച് കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കാണ് നല്ല പച്ചമുളകിൻ്റെ കൃഷി കണ്ടത്. അങ്ങനെ കുറച്ച് നേരം ഇറങ്ങിയായിരുന്നു. പക്ഷേ വെയിൽ കാരണം ഒട്ടും നിൽക്കാൻ പറ്റിയില്ലേ. അവിടുത്തെ ചേച്ചിമാർ നമുക്ക് കുറച്ച് മുളകൊക്കെ തന്നായിരുന്നേ. പിന്നെ നേരെ പള്ളിയിലേക്കായിരുന്നേ. പള്ളി എത്തിയത് നേരെ പോയത് ബാത്റൂമിലാണ്. ബാത്റൂമിൽ പോയി ഫ്രഷൊക്കെ ആയതിനു ശേഷമാണ് പള്ളിയിലത്തേക്കുള്ള നേർച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചത്. തിരിയും പൂവും കൊലയൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ടാണ് പള്ളിയിൽ കയറിയത്. കണ്ടതിൽ വെച്ച് എപ്പോഴും നേർച്ച സാധനങ്ങൾ കിട്ടുന്ന ഈ പള്ളിയിലാണ് എപ്പോഴും പഴവും പായസവും പാച്ചോറും അങ്ങനെ ഒരുപാട് ബിരിയാണിയും. അതിന് ബിരിയാണിക്ക് വേണ്ടിയുള്ള ക്യൂ ആണ് ഈ നിൽക്കുന്നത്. ഒരുപാട് ബിരിയാണികളുണ്ടായിരുന്നേ. കൊടുക്കും വീണ്ടും ക്യൂവിൽ നിൽക്കും, അങ്ങനെ ആയിരുന്നേ. ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി യാസീനൊക്കെ ഓതി കുറച്ച് നേരം ഇരുന്നു. പള്ളിയിലൊക്കെ ദുആയൊക്കെ ചെയ്തിട്ടാണ് ഇറങ്ങിയതിൻ്റെ കാരണം മൊത്തം വെയിലായിരുന്നേ. നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത ചൂടും. പിന്നെ നേരെ പോയത് കടൽ പള്ളിയിലാണ്. ആ പള്ളിയിൽ പോയ വിശേഷം അടുത്ത വീഡിയോയിൽ ചെയ്യാമേ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.